ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ പുതിയൊരു ചാപ്റ്റർ എന്ന് പറയുന്നതിനെക്കാട്ടിലും നല്ലത് പുതിയൊരു ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ സിമ്പിൾ മെഷീനൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ അതിൽ തന്നെ വരുന്ന വേറൊരു ചെറിയൊരു പോർഷനാണ്. അത് നമ്മളൊരു ചാപ്റ്ററായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യണു മാത്രമേ, ചാപ്റ്റർ അല്ല, ശരിക്കും ഒരു ടോപ്പിക്കാണ്. അത്യാവശ്യം ഈ ടോപ്പിക്കിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ച് തിയറി വൺ വേർഡ് ക്വസ്റ്റ്യൻസും അതേപോലെ പ്രോബ്ലംസും ചോദിക്കാറുണ്ട്. പ്രോബ്ലംസാണ് കൂടുതലും വർഷോപ്പ് സയൻസ് ആൻഡ് കാൽക്കുലേഷനിലെ പല ഭാഗത്തുനിന്നും വരും. പല ഇക്വേഷൻസ് കാണാപാഠം പഠിക്കേണ്ടി വരും. പല ഇക്വേഷൻസുകൾ കാണാപാഠം പഠിക്കേണ്ടി വരും. അത് വെച്ചിട്ടാണ് കൂടുതൽ പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ സിമ്പിൾ മെഷീൻ നമ്മൾ പഠിച്ചു, അതിൽ കുറച്ച് ഇക്വേഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വെലോസിറ്റി റേഷ്യോ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ. അതേപോലെ തന്നെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ലിവർ എന്ന് പറയുന്നത്, ലിവേഴ്സ്. ഓക്കെ, ഇത് ഈ ലിവർ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ലിവർ, അതേപോലെ ലിവറിൻ്റെ പ്രിൻസിപ്പിൾ എന്താണ്, ക്ലാസിഫിക്കേഷൻ എന്താണ്, എല്ലാ ചാപ്റ്ററും പോലെ തന്നെ. ലിവറിൻ്റെ ഡെഫിനിഷനിലേക്ക് പോവുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാം, ലിവർ എന്ന് പറഞ്ഞാൽ ഒരു റിജിഡ് റോഡ് റൊട്ടേറ്റ് അബൌട്ട് എ ഫിക്സഡ് പോയിന്റ് കോൾ ഫൾക്രം. ഏതെങ്കിലും ഒരു ഫിക്സഡ് പോയിന്റിനെ ആസ്പദമാക്കി വർക്ക് ചെയ്യുന്ന ഒരു ചെറിയ മെഷീനെയാണ് ലിവർ എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റിനെ ഫിക്സഡ് ആക്കി, ഏതെങ്കിലും ഒരു ഫിക്സഡ് പോയിന്റിനെ ആസ്പദമാക്കി വർക്ക് ചെയ്യുന്ന ഒരു സിമ്പിൾ മെഷീനെയാണ് ശരിക്കും ലിവർ എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കട്ടിംഗ് പ്ലെയർ എന്താ, രണ്ട് പല്ലുകൾ അല്ലെങ്കിൽ രണ്ട് റോഡുകൾ, വളഞ്ഞ റോഡുകൾ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു പർട്ടിക്കുലർ പോയിന്റിലാണ്. ഏകദേശം അതിൻ്റെ തലഭാഗം അല്ല, അറ്റോ അല്ല, നടുവും അല്ലാത്ത രീതിയിൽ നടുവിനും തലഭാഗത്തിൻ്റെ ഇടയിലായിട്ട് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ രണ്ടും കൂടിയിട്ട് ടൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഒരു സ്ക്രൂ പോലെ സാധനം വെച്ച് ടൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ആ രണ്ട് റോഡും അല്ലെങ്കിൽ ആ രണ്ട് എന്താ പറയുക കമ്പി പോലുള്ള സാധനവും ജോയിൻ്റായി ഇരിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഒരു പർട്ടിക്കുലർ പോയിന്റിനെ പറയുന്ന പേരാണ് ഫൾക്രം. അത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഫൾക്രം എന്താണെന്ന് സിമ്പിൾ മെഷീനിൽ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ വർക്ക് ചെയ്യുന്ന മെഷീൻസിനെ പറയുന്ന പേരാണ് ലിവർ. അങ്ങനെ കട്ടിംഗ് പ്ലെയർ എക്സാമ്പിളാണ്. അതേപോലെ ലെമൺ സ്ക്വീസർ എക്സാമ്പിളാണ്, അല്ലേ? ലെമൺ സ്ക്വീസറിലാണെങ്കിൽ തലഭാഗത്ത് കണ്ടിട്ടാണ് രണ്ട് ഭാഗങ്ങൾ കൂട്ടി യോജിക്കുന്നത്, അല്ലേ? ഇപ്പോൾ ഇതൊക്കെ ലിവറുകളുടെ എക്സാമ്പിളുകളാണ്. ഇത് മെഷീൻ ലിഫ്റ്റഡ് ലിവേഴ്സാണ്. ഇത് പോർട്ടബിൾ ലിഫ്റ്റഡ് ലിവറാണ്. ഈ റൈറ്റ് സൈഡത്തെ പിക്ചർ കാണുന്നത് പോർട്ടബിൾ ലിഫ്റ്റിംഗ് ലിവറാണ്. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ താഴത്തെ ഒരു വലിയ മെഷീൻ കണ്ടിട്ടുണ്ടാവും. അത് മെഷീൻ ലിഫ്റ്റിംഗ് ലിവർ, വലിയ വലിയ വെയിറ്റുള്ള സാധനങ്ങളൊക്കെ പൊക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ്. ഓക്കെ, ഇത് മുകളിൽ കാണിച്ച ഒരു സിമ്പിൾ പിക്ചറാണ്. ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ലിവറിനെ കുറിച്ച് മനസ്സിലാക്കുക. ഒരു ഫൾക്രം ഉണ്ടായിരിക്കും, ഒരു സ്ഥലത്ത് ലോഡ് ഉണ്ടാവും, ഒരു സ്ഥലത്ത് എഫേർട്ട് ഉണ്ടാവും, അല്ലേ? ലോഡ് ഉണ്ടാവും, എഫേർട്ട് ഉണ്ടാവും. ലോഡിൻ്റെ അവിടെ ലോഡ് വെയിറ്റും എഫേർട്ടിൻ്റെ അവിടെ എഫേർട്ട് വെയിറ്റും. ഈ എഫേർട്ടും ലോഡും കണ്ടുപിടിക്കാനുള്ള കുറച്ച് പ്രോബ്ലംസൊക്കെ നമ്മൾ സിമ്പിൾ മെഷീനിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുതന്നെയാണ് സംഭവം, അതുതന്നെയാണ്. നമ്മൾ കുറച്ചുകൂടിയും ഡീറ്റെയിൽ ആയിട്ട് പോകുന്നു മാത്രം. ആ ലിവറിന് ബേസിക്കായിട്ട് രണ്ട് ആംസാണ് ഉണ്ടാവുക, രണ്ട് ആമുകൾ. മെയിനായിട്ട് കുറച്ചുകൂടി സിമ്പിളായിട്ട് പറഞ്ഞാൽ രണ്ട് എൻഡുകൾ എന്ന് പറഞ്ഞാലും മതി. ഒന്ന് ലോഡ് കൊടുക്കുന്ന എൻഡ്, ഇനി ഒന്ന് എഫേർട്ട് കൊടുക്കുന്ന എൻഡ്. ഒന്ന് ലോഡ് കൊടുക്കുന്ന എൻഡ്, ഇനി എഫേർട്ട് കൊടുക്കുന്ന എൻഡ്. ഇവിടെ എൻഡിന് പകരം ആം എന്നാണ് ഉദ്ദേശിക്കുന്നത്. രണ്ട് ആംസ് ഉണ്ട്, ഒന്ന് ലോഡാം, പിന്നെ ഒന്ന് എഫേർട്ടാം. ലോഡാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലോഡ് ആൻഡ് ഫൾക്രം. ഇവിടെ ഇപ്പോൾ ഈ പിക്ചറിൽ ലോഡ് കാണുന്ന ലെഫ്റ്റ് സൈഡിലാണ്. ഓക്കെ, റൈറ്റ് സൈഡിലാണ് എഫേർട്ട് കൊടുക്കുന്നത്. അതാണ് ഇൻപുട്ട്. നമ്മൾ എത്ര എഫേർട്ട് കൊടുക്കണോ അതിനനുസരിച്ച് അവിടെ ലോഡ് എന്താവുന്നു, മുകളിലോട്ട് പൊന്തുന്നു. ആ മുകളിലോട്ട് പൊന്തുന്നതാണ് ഔട്ട്പുട്ട്. ഓക്കെ, ഇപ്പോൾ ഈ ലോഡാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡ് വെച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഫൾക്രമിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് ലോഡാം എന്ന് പറയുന്നത്. അതേപോലെ എഫേർട്ടാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫേർട്ട് കൊടുക്കുന്ന പോയിന്റ്, റൈറ്റ് സൈഡത്തെ ആ പോയിന്റിൽ നിന്ന് ഫൾക്രമിലേക്കുള്ള ഡിസ്റ്റൻസ്, അതാണ് എഫേർട്ടാം എന്ന് പറയുന്നത്. സിമ്പിളാണ്. ലോഡാം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലോഡ് ആൻഡ് ഫൾക്രം. എഫേർട്ടാം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എഫേർട്ട് ആൻഡ് ഫൾക്രം. കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അതാണ് ഇവിടെ ഡയഗ്രൈസ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ എക്സാമ്പിൾ ഇപ്പോൾ കട്ടിംഗ് പ്ലെയർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് വേറൊരു എക്സാമ്പിൾ. ഇങ്ങനത്തെ ലിവറുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പം ഇവിടെ ഇങ്ങനത്തെ ലിവറിൽ നോക്കി കഴിഞ്ഞാൽ അറിയാം. ഒരു മിനിറ്റ്. ഇപ്പോൾ ഇങ്ങനത്തെ ലിവറിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അറിയാം, ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിലാണ് ഈ രണ്ട് എന്താ പറയുക പ്ലേറ്റ് അല്ല, ഈ രണ്ട് ഒരു പീസ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ പറഞ്ഞ പോയിന്റിൽ ആണ്. പിന്നെ ലിവറിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് മെയിനായിട്ട് അറിഞ്ഞിരിക്കണം. ലിവറിൻ്റെ പ്രിൻസിപ്പിൾ എന്താ, ഞാൻ പറഞ്ഞ പോലെ നമ്മൾ കുറച്ച് മുമ്പ് ഒരു പിക്ചർ കണ്ടിട്ടുണ്ടായിരുന്നു.
ഇതാ ഒരു സ്ഥലത്ത് ലോഡ് പൊക്കുക, ഒരു സ്ഥലത്ത് എഫേർട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഇൻപുട്ട് എത്രയാണ് കൊടുക്കുന്നത് അതിനനുസരിച്ച് അവിടെ ഔട്ട്പുട്ട് കിട്ടും. ഒരു സ്ഥലത്ത് എഫേർട്ട് കൊടുക്കുമ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ വെച്ചിരിക്കുന്ന ലോഡ് പൊക്കുക. ഓക്കെ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചില കാര്യങ്ങൾ ചെയ്യുക. ഇപ്പോൾ ലെമൺ സ്ക്യൂസർ ആണെങ്കിൽ നാരങ്ങ പിഴിയലാണ് അവിടെ ഉദ്ദേശം. അപ്പോൾ സാധാരണ നമ്മൾ നാരങ്ങ ലിവർ ഇല്ലാണ്ട് മീൻസ് ഈ ലെമൺ സ്ക്യൂസർ ഇല്ലാണ്ട് നമ്മൾ പിഴിയുകയാണെങ്കിൽ കൈ കൊണ്ട് പിടിച്ച് പിഴിയാം. അത്യാവശ്യം നല്ല പച്ച നാരങ്ങയൊക്കെ ആണെങ്കിൽ നമുക്ക് പിഴിയാൻ പറ്റില്ല അല്ലേ, നമ്മൾ കൈ കൊണ്ട് പിഴിയാം, എന്നാലും പിഴിയാൻ പറ്റില്ല എന്നല്ല, നമുക്ക് കൈ കൊണ്ട് പിഴിയാൻ ഒരിക്കലും 100% എഫിഷ്യൻ്റ് ആവില്ല, അല്ലെങ്കിലും ഒരിക്കലും നമുക്ക് 100% എഫിഷ്യൻ്റ് ആയിട്ട് നാരങ്ങ പിഴിയാൻ പറ്റില്ല. ഒരു 70 to 80% എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് ലെമൺ സ്ക്യൂസർ വെച്ചൊക്കെ പിഴിയാൻ പറ്റും. ഓക്കെ, അത് ലെമൺ സ്ക്യൂസറിൻ്റെ കാര്യത്തിൽ. ഇപ്പോൾ കട്ടിംഗ് പ്ലെയറിൻ്റെ കേസിലൊക്കെ ഇപ്പോൾ എന്തിനാ കട്ടിംഗ് പ്ലെയർ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് വയർ കട്ട് ചെയ്യാൻ കട്ടിംഗ് പ്ലെയർ നമുക്ക് കൈ കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ചില ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ വളരെ ഈസി ആക്കി മീൻസ് കുറഞ്ഞ ലോഡ് കൊടുത്ത് കൂടുതൽ എഫേർട്ട് എടുക്കുക എന്ന് ഉദ്ദേശം. അപ്പോൾ അതുതന്നെയാണ് ആ ലിവറിൻ്റെ മെയിനായിട്ടുള്ള പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു പിക്ചറിനെ ആസ്പദമാക്കി ലോഡ് ഇൻറ്റു ലോഡ് ആം എന്ന് പറയുന്നത് എഫേർട്ട് ഇൻറ്റു എഫേർട്ട് ആം ആയിരിക്കും. ലോഡ് ഇൻറ്റു ലോഡ് ആം ഈസ് ഈക്വൽ ടു എഫേർട്ട് ഇൻറ്റു എഫേർട്ട് ആം. അതിനാൽ നമ്മൾ ലിവറേജ് റേഷ്യോ എന്ന് പറഞ്ഞുതരാം. ലോഡ് ഇൻറ്റു ലോഡ് ആം എന്ന് പറയുന്നത് എഫേർട്ട് ഇൻറ്റു എഫേർട്ട് ആം ആയിരിക്കും. വളരെ സിമ്പിളായിട്ടുള്ള ബേസിക് കോമൺ സെൻസ് തിയറി ആലോചിക്കുകയാണെങ്കിൽ നമ്മൾ എത്ര ഇൻപുട്ട് കൊടുക്കുന്നോ അതിന് ഈക്വൽ ആയിട്ടുള്ള ഔട്ട്പുട്ടാണ് കിട്ടുക. അപ്പോൾ ലിവർ എന്നല്ല, ഏത് കേസിലായാലും നമ്മൾ എത്രയാണോ ഇൻപുട്ട് കൊടുക്കുന്നത് അതിൻ്റെ ഈക്വൽ ആയിട്ടുള്ള ഔട്ട്പുട്ടാണ് കിട്ടുക. അപ്പോൾ ഇവിടെ ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താ, നമ്മൾ കൊടുക്കുന്ന എഫേർട്ട് ഇൻറ്റു ആ എഫേർട്ട് കൊടുക്കുന്ന മുതൽ ആ ഫൾക്രം വരെയുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, അതിന് കൂടി ആ ഡിസ്റ്റൻസിനെ കൂടിയും റിലേറ്റഡ് ആയിരിക്കുമല്ലോ നമ്മൾ കൊടുക്കുന്ന എഫേർട്ട് അവിടെ ഔട്ട്പുട്ടിൽ എന്താ പറയുക ഔട്ട്പുട്ടിൽ യൂസ് ആവുന്നുണ്ടോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ആ എഫേർട്ട് കൊടുക്കുന്ന പോയിന്റിൽ നിന്ന് ഫൾക്രമേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ മൾട്ടിപ്പിൾ ചെയ്യണം. അതായിരിക്കും നമ്മുടെ ഇൻപുട്ട്. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഈ ലോഡ് മീൻസ് ലോഡ് ടു ഫൾക്രമേക്കുള്ള ഡിസ്റ്റൻസും അതേപോലെ ഔട്ട്പുട്ടായിട്ട് വരുന്ന ലോഡും അതായിരിക്കും ഔട്ട്പുട്ട്. ഓക്കെ, അപ്പോൾ എഫേർട്ട് ഇൻറ്റു എഫേർട്ട് ആം ഈസ് ഈക്വൽ ടു ലോഡ് ഇൻറ്റു ലോഡ് ആം. സിമ്പിളാണ് ഓർത്ത് വയ്ക്കാൻ. ഇറ്റ് ഈസ് നോൺ ആസ് ലിവറേജ് റേഷ്യോ. ഇതിനാണ് ലിവറേജ് റേഷ്യോ എന്ന് പറയുന്നത്. നമ്മൾ ഒന്നുകൂടി റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണെങ്കിൽ ലോഡ് ബൈ എഫേർട്ട് ഈസ് ഈക്വൽ ടു ഈ റൈറ്റ് സൈഡത്തെ എഫേർട്ട് ഞാൻ താഴത്തേക്ക് കൊണ്ടുവന്നു. ലോഡ് ബൈ എഫേർട്ട് ഈസ് ഈക്വൽ ടു എഫേർട്ട് ആം ഡിവൈഡഡ് ബൈ ലോഡ് ആം. ഓക്കെ, ഇപ്പോൾ ഈ ലോഡ് ബൈ എഫേർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താ സിമ്പിൾ മെഷീനിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എം എ എന്ന് പറഞ്ഞ് സൂചിപ്പിക്കും. എം എ എഫേർട്ട് ആം ബൈ ലോഡ് ആം എന്ന് പറയുന്നത് വെലോസിറ്റി റേഷ്യോ, എഫേർട്ട് ബൈ ലോഡ് എന്ന് പറയുന്നത് വെലോസിറ്റി റേഷ്യോ. അപ്പോൾ എം എ ഈസ് ഈക്വൽ ടു വി ആർ. ഇത് രണ്ടും വെച്ചിട്ട് നമ്മൾ എഫിഷ്യൻസി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അതിനൊരു ഇക്വേഷൻ ഓർമ്മ ഉണ്ടാവും വിചാരിക്കുന്നു. എം എ ഡിവൈഡ് ബൈ വി ആർ വെച്ച് നമുക്ക് എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. ഒരു മെഷീൻ്റെ ഒക്കെ റിലേറ്റഡ് ആണ്, നമ്മൾ സിമ്പിൾ മെഷീന് റിലേറ്റഡ് ആണ് ശരിക്കും ഈ ചാപ്റ്റർ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു പുതിയ ചാപ്റ്റർ അല്ല, സിമ്പിൾ മെഷീൻ എന്നുള്ള ഒരു ചാപ്റ്ററിലത്തെ തന്നെ ഒരു പുതിയ ടോപ്പിക്കാണ്. ഇനി നമുക്ക് ലിവറിനെ ക്ലാസിഫൈ ചെയ്യാം. സ്ട്രേറ്റ് ലിവർ ഉണ്ട്, കർവ്ഡ് ലിവർ ഉണ്ട്. രണ്ട് ടൈപ്പിലാണ് ഉള്ളത്. ഒന്ന് സ്ട്രേറ്റ് ലിവർ ആണ്, ഇനി ഒന്ന് കർവ്ഡ് ലിവർ അഥവാ ബെൽ ക്രാങ്ക്ഡ് ലിവർ. സ്ട്രേറ്റ് ലിവർ സ്ട്രൈറ്റ് എന്നാണല്ലോ ഇതിങ്ങനെ, സ്ട്രൈറ്റ് ആണ് ശരിക്കും. ഓക്കെ, സ്ട്രേറ്റ് ലിവർ, പിന്നെ അതേപോലെ കർവ്ഡ് ലിവർ അഥവാ ബെൽ ക്രാങ്ക്ഡ് ലിവർ. ഈ സ്ട്രേറ്റ് ലിവറിനെ വീണ്ടും മൂന്നാക്കി ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ. ഞാൻ കുറച്ചു മുമ്പ് നിങ്ങൾക്ക് കാണിച്ചു തന്ന ഡയഗ്രാം എന്ന് പറയുന്നത് സ്ട്രേറ്റ് ലിവർ ആണ്. ഓക്കെ, അത് കർവ് ലിവർ അല്ല, സ്ട്രേറ്റ് ലിവർ ആണ്. അതിൽ തന്നെ മൂന്നാക്കി ഡിവൈഡ് ചെയ്യുന്നു. ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ. എന്താണ് ഈ ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ എന്നൊക്കെ പറയുന്നത്? ഈ ഫസ്റ്റ് ഓർഡർ ലിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൾക്രം എന്ന് പറയുന്നത് ലോഡിൻ്റെയും എഫേർട്ടിൻ്റെയും നടുക്കിലായിരിക്കും. ഫൾക്രം എന്ന് പറഞ്ഞാൽ സെൻട്രൽ പോയിന്റ് അല്ലേ. ആ ഫൾക്രം എന്ന് പറയുന്നത് ലോഡിൻ്റെയും എഫേർട്ടിൻ്റെയും നടുക്കായിരിക്കും ഫസ്റ്റ് ഓർഡർ ലിവറിൽ വരുന്നത്. അവിടെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും. ഓക്കെ, ഒന്നിനാട്ടിലും കുറയാം, ഈക്വൽ ആവാം, അല്ലെങ്കിൽ കൂടാം. ഓക്കെ, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഡ് ബൈ എഫേർട്ട്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സിസർ, അതേപോലെ ക്രോ ബാലൻസ്, ബീം ബാലൻസ്. ഇവിടെ കാണിച്ചിരിക്കുന്ന പിക്ചർ ഡയഗ്രാം ഒക്കെ അതിന് എക്സാമ്പിളാണ്. ഇവിടെ ഫൾക്രം എന്ന് പറയുന്നത് എവിടെയാണ് കിടക്കുന്നത്? സെൻട്രലാണ് കിടക്കുന്നത്. എഫേർട്ടിൻ്റെയും ലോഡിൻ്റെയും നടുക്കിലാണ് ഫൾക്രം. സിസറിലൊക്കെ നമ്മൾ എത്ര എഫേർട്ടാണോ ഇവിടെ കൈകൊണ്ട് കൊടുക്കുന്നത് അതിനനുസരിച്ചുള്ള ലോഡാണ് മറ്റേ സൈഡ് ഉണ്ടാകുന്നത്. എൻ്റെ നടുവിലാണ് ഫൾക്രം കിടക്കുന്നത്. ഓക്കെ,
അങ്ങനെ ഫൾക്രം നടുവിൽ വരികയാണെങ്കിൽ, ലോഡിൻ്റെയും എഫേർട്ടിൻ്റെയും നടുവിൽ വരികയാണെങ്കിൽ അതിനെ ഫസ്റ്റ് ഓർഡർ ലിവർ എന്ന് പറയുന്നു. ഇനി സെക്കൻഡ് ഓർഡർ ലിവർ എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ ലോഡ് ലൈസ് ബിറ്റ്വീൻ എഫേർട്ട് ആൻഡ് ഫൾക്രം. ലോഡ് ലൈസ് ബിറ്റ്വീൻ എഫേർട്ട് ആൻഡ് ഫൾക്രം. ഫൾക്രത്തിനും എഫേർട്ടിൻ്റെയും ഇടയിലാണ് ലോഡ് കിടക്കുന്നത്. ഫോർ എക്സാമ്പിൾ, അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ലെമൺ സ്ക്വീസർ ആണ്. ലെമൺ സ്ക്വീസർ എടുത്ത് നോക്കി നോക്കുക. നമ്മൾ എഫേർട്ട് കൊടുക്കുന്നത് ആ ലെമൺ സ്ക്വീസറിൻ്റെ പിടിയിലാണ്. ഓക്കെ, ഈ ലെമൺ നമ്മൾ നടുവിൽ വെക്കുന്നു, മീൻസ് അതിൽ കുഴി ഉണ്ടാവും, ആ കുഴിയിൽ വെക്കുന്നു. അവിടെയാണ് ശരിക്കും എന്ത് വരുന്നത്? ലോഡ് വരുന്നത്. ഫൾക്രം എന്ന് പറയുന്നത് എന്താ? ആ ലെമൺ സ്ക്വീസറിൻ്റെ രണ്ട് അറ്റങ്ങളും കൂട്ടി യോജിപ്പിക്കുന്ന തലഭാഗത്താണ്. അപ്പോൾ ഈ ഫൾക്രത്തിനും നമ്മൾ കൈകൊണ്ട് കൊടുക്കുന്ന ലോഡിൻ്റെയും ഇടയ്ക്ക്, കൈകൊണ്ട് കൊടുക്കുന്ന എഫേർട്ടിൻ്റെയും ഇടയ്ക്കാണല്ലോ ഈ നാരങ്ങ വരുന്നത്, മീൻസ് ലോഡ് വരുന്നത്. അങ്ങനെ വരുന്ന ലിവറുകളെയാണ് സെക്കൻഡ് ഓർഡർ ലിവർ. ബെസ്റ്റ് എക്സാമ്പിൾ തന്നെ നമുക്ക് ഓർത്ത് വയ്ക്കാൻ ലെമൺ സ്ക്വീസർ ആണ്. പിന്നെ അതേപോലെ വീൽ ബാരോ, നട്ട് ക്രാക്കർ, ബോട്ടിൽ ഓപ്പണർ. ഇപ്പോൾ ബോട്ടിൽ ഓപ്പണർക്ക് എങ്ങനെയുണ്ട്? സോഡ ബോട്ടിലൊക്കെ മുമ്പ് ഓപ്പൺ ചെയ്യുന്ന രീതി ഇപ്പോഴും ഉണ്ട്. സോഡ ബോട്ടിലൊക്കെ ഓപ്പൺ ചെയ്യുന്ന കണ്ടിട്ടുണ്ടാവും. അവിടെ നമ്മൾ എഫേർട്ട് കൈകൊണ്ട് കൊടുക്കുന്നു. ബോട്ടിലിൻ്റെ മൂടിയാണ് ലോഡ് എന്ന് പറയുന്നത്. ആ ലോഡ് നമ്മൾ വലിച്ചെടുക്കുന്നു. ഫൾക്രം എന്ന് പറയുന്നത് ഓപ്പണറിൻ്റെ അറ്റം, റൗണ്ട് ഭാഗത്തിൽ ഒരു ഹോള് ആയിട്ട് കിടക്കുന്നു, അവിടെയാണ് ഫൾക്രം കിടക്കുന്നത്. ഓക്കെ, പിന്നെ അതേപോലെ നമ്മൾ ഉന്തി കൊണ്ടുപോകുന്ന വണ്ടി, അർബാനയിൽ എന്താണ് ഫൾക്രം എന്ന് പറയുന്നത്? എന്താണ്? ആ വണ്ടിയും ടയറും കൂടിയിട്ട് കൂട്ടി യോജിപ്പിക്കുന്ന പോയിന്റ്. മുമ്പിലോ ടയർ ഉണ്ടാവും, ആ ഒരു ഷേപ്പിൽ വണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ വണ്ടിയും ആ ടയറും കൂടി, അല്ലെങ്കിൽ ആ ബോഡിയും ടയറും കൂടി കൂട്ടി യോജിപ്പിക്കുന്ന പോയിന്റാണ് ശരിക്കും അർബാനേൻ്റെ ഫൾക്രം എന്ന് പറയുന്നത്. ഓക്കെ, എഫേർട്ട് എവിടെയാണ്? അർബാനേൻ്റെ കൈപ്പിടിയിൽ നമ്മൾ എഫേർട്ട് കൊടുക്കുന്നു. മീൻസ് ലോഡ് എന്ന് പറയുന്നത് ആ ബോഡിയിൽ നമ്മൾ എന്താണ് ഇടുന്നത് അതാണ് ലോഡ്. അപ്പോൾ ആ ലോഡ് എന്ന് പറയുന്നത് ഫൾക്രത്തിൻ്റെയും എഫേർട്ടിൻ്റെയും നടുവിലാണ് വന്ന് കിടക്കുന്നത്. ഓക്കെ, ഇവിടെ സെക്കൻഡ് ഓർഡർ ലിവറിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒന്നിനേക്കാട്ടിലും കൂടുതലായിരിക്കും. ഓക്കെ, ഇവിടെ മാത്രമല്ല, ഇവിടെ പൊതുവെ മറ്റേ ലിവറിനെ അപേക്ഷിച്ചൊക്കെ വളരെ കുറച്ച് എഫേർട്ട് എടുത്താൽ മതി കൂടുതൽ ലോഡ് പൊക്കാനോ അല്ലെങ്കിൽ നീക്കാനോ വേണ്ടിയിട്ടൊക്കെ. ഫസ്റ്റ് ഓർഡർ ലിവറിനെക്കാട്ടിലും അല്ലെങ്കിൽ തേർഡ് ഓർഡർ ലിവറിനെക്കാട്ടിലും വളരെ കുറച്ച് എഫേർട്ട് എടുത്താൽ മതി. ഇനി തേർഡ് ഓർഡർ ലിവർ എന്ന് പറഞ്ഞാൽ അവിടെ ലോഡായിരുന്നു ഫൾക്രത്തിനും എഫേർട്ടിനും നടുവിലെങ്കിൽ ഇവിടെ എഫേർട്ടാണ് ഫൾക്രത്തിനും ലോഡിൻ്റെ നടുവിൽ കിടക്കുന്നത്. ഇവിടെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഒന്നിനേക്കാട്ടിലും കൂടുതലായിരിക്കും. ഇവിടെ പൊതുവേ കൂടുതൽ എഫേർട്ട് എടുക്കേണ്ടി വരും കുറച്ച് ലോഡ് പൊക്കാൻ. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ സാധനങ്ങൾ അധികം ഉപയോഗിക്കാറില്ല. കൂടുതൽ എഫേർട്ട് എടുക്കേണ്ടി വരും, കുറഞ്ഞ ലോഡ് പൊക്കാൻ കൂടുതൽ എഫേർട്ട് എടുക്കേണ്ടി വരും. ഇനിയും സിമ്പിളായിട്ട് അത് നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവുന്ന രീതിയിൽ പറയണമെങ്കിൽ, ഇപ്പോൾ അല്ലെങ്കിൽ ചൂണ്ട നല്ലൊരു എക്സാമ്പിളാണ്. ചൂണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ പിടിക്കുന്ന ചൂണ്ട, അവിടെ ഈ പിക്ചറിൽ കാണാം. അവിടെ ലോഡ് എന്ന് പറയുന്നത് എന്താ? മീനാണ്. നമ്മളിവിടെ ഒരു കൈ വെച്ച് പിടിച്ചിട്ടുണ്ട്, എഫേർട്ട് കൊടുക്കുന്നു. എഫേർട്ട് ഫൾക്രം എന്ന് പറഞ്ഞാൽ എന്താ? ആ ഒരു എന്താ പറയുക, സ്ട്രിങ്ങും കൈപ്പിടിയും കൂട്ടി യോജിപ്പിക്കുന്ന പോയിന്റിനെയാണ് ഫൾക്രം എന്ന് പറയുന്നത്. എഫേർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കൈ കൊണ്ട് തിരിക്കുന്ന എഫേർട്ട്. ലോഡ് എന്ന് പറയുന്നത് മീനാണ്. അപ്പോൾ ലോഡിൻ്റെ ഫൾക്രത്തിൻ്റെ നടുവിലാണ് ഇവിടെ എഫേർട്ട് കിടക്കുന്നത്. ഓക്കെ, അവിടെ നമ്മൾ വളരെ ചെറിയൊരു മീനിനെ പൊക്കണമെങ്കിൽ നല്ല ശക്തി കൊടുക്കണം. അതിനെക്കാട്ടിലും ബെസ്റ്റ് എക്സാമ്പിൾ എനിക്ക് തോന്നുന്നു, ഇപ്പം നമ്മൾ ഐസ് ക്യൂബ് എടുക്കുന്ന ഒരു ചെറിയ സാധനം ഉണ്ടല്ലോ, ഇതാ ഇവിടെ റെഡ് കളറിൽ കാണുന്നില്ലേ? ഐസ് ക്യൂബ് എടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ സാധനം. അവിടെ ഫൾക്രം എന്ന് പറയുന്നത് ആ രണ്ട് റോഡും കൂടി കൂട്ടി യോജിപ്പിച്ച പോയിൻ്റാണ്. എഫേർട്ട് എന്ന് പറയുന്നത് ആ പ്ലേറ്റിൻ്റെ അവിടെ നമ്മൾ വിരലുകൊണ്ട് വെച്ചിട്ട് ഈ ഐസ് ക്യൂബ് എടുക്കുക. മീൻസ് ചെറിയ ഐസ് ക്യൂബ് എടുക്കാൻ നമ്മൾ കൂടുതൽ ലോഡ് കൊടുക്കണം. മീൻസ് കുറഞ്ഞ എഫേർട്ടിൽ കാര്യങ്ങൾ നടക്കില്ല എന്നർത്ഥം. ചെറിയ ലോഡ് പൊക്കാൻ കൂടുതൽ എഫേർട്ട് കൊടുക്കണം. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിക്കുന്നത് പൊതുവേ കുറവാണ്. ഓക്കെ, ഇവിടെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഒന്നിനേക്കാട്ടിലും കൂടുതലായിരിക്കും. എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ ഹ്യൂമൻ ഫോറാം, ഞാൻ പറഞ്ഞ സാധനത്തിന് ഹ്യൂമൻ ഫോറാം എന്നാണ് പറയുക. ഫിഷിംഗ് റോഡ്, ബ്രൂം, ചൂലും അതിനൊരു എക്സാമ്പിളാണ്. പിന്നെ കമ്പാരിസൺ ഓഫ് ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ ആൻഡ് തേർഡ് ഓർഡർ ലിവർ. ഈ മൂന്നിൻ്റെ കമ്പാരിസൺ നമുക്കൊന്ന് നോക്കി നോക്കാം. ഇപ്പോൾ ക്ലാസ് 1 ലിവർ അഥവാ ഫസ്റ്റ് ഓർഡർ ലിവർ ഞാൻ ഇപ്പോൾ മൂന്നും പറഞ്ഞു. ആ മൂന്നും കൂടിയുള്ള കമ്പാരിസനാണ് കാണുന്നത്. ഫൾക്രം എന്ന് പറയുന്നത് ക്ലാസ് 1 ലിവറിൽ എവിടെയായിരിക്കും? എഫേർട്ടിനും ലോഡിനും നടുവിൽ. ഓക്കെ, ക്ലാസ് 2 ലിവറിലാണെങ്കിലോ ലോഡായിരിക്കും എഫേർട്ടിനും ഫൾക്രത്തിനും നടുവിൽ. ക്ലാസ് 3 ലിവറിലാണെങ്കിൽ എഫേർട്ടായിരിക്കും ലോഡിനും ഫൾക്രത്തിനും നടുവിൽ. ആ വ്യത്യാസം മനസ്സിലാക്കണം, അത്ര ഉദ്ദേശമുള്ളൂ.
ഇനി അടുത്തത് സ്ട്രെയിറ്റ് ലിവർ നമ്മൾ പഠിച്ചു. അതിൽ 3 ടൈപ്പ് പഠിച്ചു. ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ ലിവർ. അതേപോലെ കർവ്ഡ് ലിവർ രണ്ടാമത്തെ ടൈപ്പാണ്. കർവ്ഡ് ലിവർ അഥവാ ബെൽ ക്രാങ്ക് ലിവർ. കർവ്ഡ് ലിവർ അഥവാ ബെൽ ക്രാങ്ക് ലിവർ. ഇവിടെ ഇൻ ദിസ് ലിവർ ഡിഗ്രി ഓഫ് കർവ് ബിറ്റ്വീൻ എഫേർട്ട് ആൻഡ് ലോഡ് ആം ഈസ് 90 ഡിഗ്രി. ഈ എഫേർട്ട് ആമിനും ലോഡ് ആമിനും ഇടയിലുള്ള ഡിഗ്രി എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും ഈ ലിവറിൽ. എഫേർട്ട് ആം നമുക്കറിയാം, ഇപ്പോൾ പഴയ സ്ട്രെയിറ്റ് ലിവറിൻ്റെ പിക്ചറൊക്കെ ഒന്ന് ആലോചിക്കുകയാണെങ്കിൽ എഫേർട്ട് ആം ഒരു സ്ഥലത്തുണ്ട്, ലോഡ് ആം ഒരു സ്ഥലത്തുണ്ട്. ആ തമ്മിലുള്ള ആംഗിൾ ഇപ്പോൾ സ്ട്രെയിറ്റ് ലിവറിലൊക്കെ നോക്കുകയാണെങ്കിൽ 180 ഡിഗ്രി ആയിരുന്നു അല്ലേ. ഇവിടെയാണെങ്കിൽ അത് 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഒരു എക്സാമ്പിൾ ആണെങ്കിൽ മോട്ടോർ കാർ ബ്രേക്കിംഗ് സിസ്റ്റം ക്ലച്ച് പെഡൽ. മോട്ടോർ കാർ ബ്രേക്കിംഗ് സിസ്റ്റം ക്ലച്ച് പെഡൽ. അതിപ്പോൾ നിങ്ങൾ ക്ലച്ച് പെഡലൊക്കെ കണ്ടിട്ടുണ്ടോ എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അത് പറഞ്ഞ് തന്ന സമയം കളയുന്നില്ല. പറ്റുമെങ്കിൽ ഗൂഗിളിൽ അടിച്ച് നോക്കുക. ഇങ്ങനെ ഒരു കറു ഷേപ്പിലായിരിക്കും ലിവർ ഉണ്ടാവുക. ഇപ്പോൾ ക്ലച്ച് പ്ലേറ്റ് ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒരു കറു ഷേപ്പിലായിരിക്കും എൻ്റെ പ്ലേറ്റ് കിടക്കുന്നുണ്ടാവുക. അങ്ങനെ ഒരു കറു ഷേപ്പിൽ മീൻസ് ആ ലോഡിനും എഫേർട്ടും തമ്മിലുള്ള, ആ ലോഡാമും എഫേർട്ടാമും അല്ലെങ്കിൽ ലോഡും എഫേർട്ടും തമ്മിൽ ഡിഗ്രി എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ഇപ്പം ഞാൻ ഈ പറഞ്ഞ ലിവർ എന്ന് പറഞ്ഞ പോർഷനിൽ ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ ലിവറിന് സ്വാഭാവികമായിട്ടും കൂടുതൽ ചോദിക്കുന്ന ചോദ്യം ഈ ഫൾക്രം എവിടെയാണ് വരിക. ഓക്കെ, ഇപ്പം എന്താ പറയുക, ഫൾക്രം ലൈഫ് ബിറ്റ്വീൻ ലോഡാം ആൻഡ് എഫേർട്ടാം ഈസ് നോൺ ആസ് ഡാഷ് ടൈപ്പ് ഓഫ് ലിവർ. 4 ഓപ്ഷൻ തന്നിട്ടുണ്ടാവും. ആ ഓപ്ഷൻ കറക്റ്റ് എടുക്കുക. ഇത് സ്വാഭാവികമായിട്ടും 2 ക്വസ്റ്റ്യൻ പൊതുവേ ചോദിക്കാറുണ്ട് ഇതിന്ന്. പിന്നെ പ്രോബ്ലംസ് ആണ് ചോദിക്കാറ്. ആ പ്രോബ്ലംസാണ് നമ്മൾ സിമ്പിൾ മെഷീനിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഈ തിയറി ബേസിൽ ഇങ്ങനെ 2-3 ക്വസ്റ്റ്യനാണ് ഈ പോർഷനിൽ വരാറുള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കുക. പിന്നെ കർവ് ലിവറിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. അതെന്ത് തമ്മിലുള്ളതാണ്? എഫേർട്ടാം ലോഡാമും തമ്മിലുള്ള കർവിൻ്റെ ഡിഗ്രിയാണ് 90 ഡിഗ്രി എന്ന് പറയുന്നത് എന്ന് ആലോചിക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ ലിവർ എന്ന് പറഞ്ഞ ചാപ്റ്റർ. സിമ്പിളാണ്, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ അടുത്ത ചാപ്റ്ററായിട്ട് വരാം. ഇലാസ്റ്റിസിറ്റി പഠിക്കാനുണ്ട്. ഫസ്റ്റ് സെമസ്റ്ററിൽ ഞാനിപ്പോൾ ഒരു 6 ചാപ്റ്ററിൽ 5 ചാപ്റ്റർ എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇതുവരെ പഠിച്ച ഒരു റിവിഷനൊക്കെ എടുക്കുകയാണെങ്കിൽ, റിവിഷനല്ല ജസ്റ്റ് ഒന്ന് പോയിൻ്റ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ, സ്പീഡ് ആൻഡ് വെലോസിറ്റി പഠിച്ചു, ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ പഠിച്ചു, സിമ്പിൾ മെഷീൻ പഠിച്ചു, അതിൻ്റെ ഒപ്പമുള്ള തന്നെ ലിവർ പഠിച്ചു. ഇനി അപ്പോൾ ഇലാസ്റ്റിസിറ്റി പഠിക്കാനുണ്ട്. പിന്നെ ഒരു ബേസിക് ഇലക്ട്രിസിറ്റി കൂടിയും അതിൽ കൂടെ നമ്മളൊന്ന് ഓടിച്ചു വിടും. ബേസിക് ഇലക്ട്രിസിറ്റി ഞാനാവില്ല എടുക്കുക, വേറെ സാറാവും. കുറച്ച് വലിയ ചാപ്റ്ററാണത്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതുകൂടി കഴിഞ്ഞാൽ ഏകദേശം തിയറി കംപ്ലീറ്റ് ആവും. അപ്പോൾ തന്നെ ഫസ്റ്റ് സെമസ്റ്റർ ഏകദേശം കഴിയും. പിന്നെ സെക്കൻഡ് സെമസ്റ്ററിൽ നമുക്ക് കുറച്ചുകൂടി മാത്തമാറ്റിക്കലായിട്ട് പോകാം. ട്രിഗ്നോമെട്രി, അൽജിബ്ര, മെൻസുറേഷൻ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിട്ട് ഫുള്ളി മാത്തമാറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങും. ഓക്കെ, തിയറി കുറച്ച് ബോറിംഗ് ആ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാനില്ല, പഠിച്ചു തന്നെ പറ്റുള്ളൂ. എന്തെങ്കിലും കാര്യം മനസ്സിലാകാത്തതിൽ ഡയറക്റ്റായിട്ട് എനിക്ക് പേഴ്സണൽ മെസ്സേജ് ചെയ്യാം. എനിക്ക് പറ്റാവുന്ന പോലെ പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ അടുത്ത ടോപ്പിക്കായിട്ട് വരുന്നവരേക്കും ബൈ.